വാർത്താരംഭം തുടക്കത്തിൽ തന്നെ അവതരിപ്പിക്കുന്നത് SSLC പരീക്ഷയാണ്. പരീക്ഷയിലെ വിജയം എന്നത് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്ന ഒന്നല്ല. പക്ഷേ നമ്മുടെ കുട്ടികൾ പരീക്ഷകളെ നേരിടാൻ പഠിക്കണം. SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 4,27,105 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നത്. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലായി 2971 പരീക്ഷാ കേന്ദ്രങ്ങൾ ആണ് സജ്ജീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് VV അരുണും കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം അരുണിലേക്ക്. അരുൺ, തെരഞ്ഞെടുപ്പ് ചൂട് ഒരു ഭാഗത്ത്, അതിനപ്പുറത്ത് വേനൽ ചൂട് മറ്റൊരു ഭാഗത്ത്, കുട്ടികൾക്ക് പരീക്ഷാ ചൂട്. അഭിലാഷെ, SSLC പരീക്ഷ അല്പസമയത്തിനകം ആരംഭിക്കും. 9:30-ക്കാണ് പരീക്ഷ ആരംഭിക്കുക. മലയാളം പേപ്പർ 1 ഇന്ന് പരീക്ഷയുള്ളത്. കുട്ടികൾ അവസാനവട്ട തയ്യാറെടുപ്പിലാണുള്ളത്. പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലൂടെ കുട്ടികൾ അവസാനവട്ട തയ്യാറെടുപ്പിലാണ്, പരീക്ഷയുടെ തയ്യാറെടുപ്പിലാണ്. 9:30 ക്ലാസ്സിൽ കയറണം അല്ലേ? എന്നിട്ട് പരീക്ഷ തുടങ്ങും. പരീക്ഷ തുടങ്ങും. കൂൾ ഓഫ് ടൈം 15 മിനിറ്റ്. 9:45 തുടങ്ങും അല്ലേ? എല്ലാം പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞോ? കുട്ടികൾ ഈ അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. പട്ടം ഗേൾസ് സ്കൂളിലെ കുട്ടികൾ. ഏതായാലും 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. നമുക്കറിയാം, പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പായിട്ട് 15 മിനിറ്റ് കുട്ടികൾക്ക് ഒരു കൂൾ ഓഫ് ടൈം സർക്കാർ നൽകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി. അതിനുശേഷം പരീക്ഷയിലേക്ക് പോകും. ഏതായാലും കുട്ടികളെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ് വരുന്ന ദിവസങ്ങളിലും. നമുക്കറിയാം, അഭിലാഷ് സൂചിപ്പിച്ച പോലെ കനത്ത ചൂട് സംസ്ഥാനത്ത്, അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കാൻ സാർ വൈസ് പ്രിൻസിപ്പളാണല്ലോ അല്ലേ? എന്തൊക്കെ ഒരുക്കങ്ങളാണ് സാർ ഈ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട്? ബന്ധപ്പെട്ട് സാധാരണ രീതിയിൽ എന്തൊക്കെയാണ് ക്രമീകരണം നടത്തി കഴിഞ്ഞു. കുട്ടികൾ അവരുടെ മാക്സിമം ലെവല് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ മാക്സിമം. ചൂടാണ്, ഈ ചൂട് മറികടക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഞങ്ങളിപ്പം വെള്ളം വെള്ളം കൊടുക്കണം. വെള്ളം ഓരോ റൂമിൻ്റെ ഫ്രണ്ടിലും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യ സമയത്ത് കുട്ടികൾ കുടിക്കാൻ ക്രമീകരണം നടത്തിയിട്ടുണ്ട്. അത് ബാക്കി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. എത്ര കുട്ടികളാണ് ഇവിടെ പരീക്ഷ? 87. 10ാം ക്ലാസ്സിൽ പരീക്ഷ കുട്ടികൾ. ഹയർ സെക്കൻഡറി പരീക്ഷയും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷ നാളെ ഉണ്ട്. ഇന്നില്ല. SSLC ക്ലാസ് അവർക്കില്ല. ഒരു ദിവസം കുട്ടികളൊക്കെ വലിയ ആത്മവിശ്വാസമാണ് ഇപ്പോഴും. കുട്ടികൾ നല്ല കുഞ്ഞുങ്ങളാണ്. അവർ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് വലിയ നമ്മൾ സാധാരണ അഭിലാഷ പരീക്ഷയ്ക്ക് നമ്മൾ വലിയ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. കുട്ടികൾ ശരിക്കും അവരൊരു ഉല്ലാസം, അവർ ശരിക്കും ആഹ്ലാദിച്ച് ഇരിക്കുകയാണ് പരീക്ഷാ ഹാളിൽ. പഴയതുപോലുള്ള ടെൻഷനൊന്നും കുട്ടികൾക്ക് ആ രീതിയിൽ കാണുന്നില്ല. വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. സ്കൂളിലും വെള്ളമൊക്കെ റെഡിയായിക്കൊണ്ട് വളരെ ഹാപ്പിയാണല്ലോ. എല്ലാം പഠിച്ചോണ്ടായിരിക്കും അല്ലേ? എല്ലാ പരീക്ഷയ്ക്കും ഇങ്ങനെ ആയിരിക്കും? എല്ലാ പരീക്ഷയ്ക്കും ഇങ്ങനെ ആയിരിക്കും? അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ് ചിരിച്ചുകൊണ്ട് പരീക്ഷ നേരിടുന്ന കുട്ടികൾ. ശരിക്കും സന്തോഷമുള്ള കാഴ്ച തന്നെയാണ്. പരീക്ഷ പേടിയല്ല. പരീക്ഷ ഒരു ഉല്ലാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിനോദ യാത്രയൊക്കെ പോകുമ്പോൾ എങ്ങനെ ഉല്ലാസിക്കും ആ രീതിയിൽ കുട്ടികൾ പരീക്ഷയെ കൈകാര്യം ചെയ്യുന്നുള്ള ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് അഭിലാഷ്.